അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 2023 ചോദ്യപേപ്പറുകളും മുഴുവൻ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യാ ബനാത്തു ഡാഷ് ദാരിസാത്തുൻ, ഇവിടെ ഉത്തരങ്ങളുണ്ട്. ഇന്ദക്കും ലക്കും അന്ത അന്തി അന്തുന്ന അന്തും. അപ്പോൾ യാ ബനാത്തു ഇവിടെ അലിഫും താ ഉണ്ട്. അപ്പോൾ ഏതാ കൊടുക്കേണ്ടത്? അന്തുന്ന, അന്തുന്ന ദാരിസാത്തുൻ. യാ ഉമ്മീ ആലിമത്തുൻ ഡാഷ് ആലിമത്തുൻ, ഇവിടെ അവസാന ഹാത്താ ഉണ്ട്. അപ്പോൾ അന്തിയാണ് കൊടുക്കേണ്ടത്. അടുത്തത് യാ വലതു ഡാഷ് ദാരിസുൻ, ഇവിടെ ഒന്നുമില്ല, ഹാത്താവും ഇല്ല, അവസാനം അലിഫും താവും ഇല്ല, വാവും നൂനും ഒന്നുമില്ല. അപ്പം എന്താ കൊടുക്കേണ്ടത്? അന്ത, യാ വലതു അന്ത ദാരിസുൻ. അടുത്ത് യാ ഔലാദു ദാരിസൂന, ഇവിടെ വാവും നൂനുണ്ട്, വാവും നൂനും വന്നാൽ അന്തും, അന്തും ദാരിസൂന. അടുത്ത് യാ അസാത്തിദത്തു ശുക്രൻ ലക്കും. അടുത്ത് യാ ദാരിസൂന ഹൽ ഇൻദക്കും, ഇൻദക്കും കുതുബും വഖലാമുൻ. അടുത്ത ചോദ്യം നുൻഷിഉൽ അസ്ഇലത കമാ ഫിൽ മിസാൽ, താഴെ തന്നിരിക്കുന്ന പ്രകാരം എന്താണ് ചോദ്യം ഉണ്ടാക്കാനാണ്. സൈൻ അൽഹംദുലില്ലാ, അപ്പം എന്താ ചോദ്യം? കൈഫ ഹാലുക്കും. അപ്പോൾ അതേപോലെ ആണെങ്കിൽ നഅം ഇൻദനാ കുതുബും വഅഖലാമുൻ, ഹൽ ഇൻദക്കും കുതുബും വഅഖലാമുൻ. ഇവിടെ ഇൻദന എഴുതാൻ പറ്റൂല, ഇൻദക്കും എന്നാവണം. ബാക്കി അതുപോലെ എഴുതാം. നഅം ഒഴിവാക്കണം, ഞാൻ ഒഴിവാക്കിയിട്ട് ഹല്ലാക്കണം. ഹൽ ഇൻദക്കും കുതുബും വഅഖലാമുൻ. നഅം നഖറഉ കിതാബന യാ ഉസ്താദ്. കണ്ടോ? നഅം നഖറഉ കിതാബന യാ ഉസ്താദ്. അപ്പം എന്താ ചോദിക്കേണ്ടത്? അലാ തഖറഊന കിതാബക്കും. ഇവിടെ ഹൽ എന്നല്ല അലാ എന്നാണ്. അലാ തഖറഊന കിതാബ്. അപ്പോൾ ഇത് രണ്ടും പഠിക്കണം. അതുപോലെ നഅം ഇൻദനാ കുതുബും വഖലാമുൻ, എന്താ ചോദ്യം? ഹൽ ഇൻദക്കും കുതുബും വഖലാമുൻ. അപ്പോൾ ഈ കുതുബുൻ വഖലാമുൻ എന്നുള്ളത് അതുപോലെ എടുത്ത് എഴുതാം. പിന്നെ ഇൻദൻ എന്താവും? ഇൻദക്കും എന്നാവും. നഅം ഒഴിവാക്കിയിട്ട് ഹല്ലാക്കണം. ഇവിടെ നഅം കട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഒരു ഒരു ഉത്തരത്തിനുള്ള ഒരു സാധനം ഇവിടെ ചോദ്യത്തിലില്ല അല്ലേ? അലാ തഖറഊന കിതാബ്. അപ്പോൾ അതുപോലെ കാണാതെ പഠിക്കുക. അടുത്തത് അൽ കിതാബു ഫിൽ ഹഖീബത്തി, അൽ കിതാബു ഫിൽ ഹഖീബത്തി. അപ്പോൾ എന്താ ചോദിക്കേണ്ടത്? കിതാബ് എവിടെയാണെന്നാ ചോദിക്കേണ്ടത്. അപ്പോൾ ഐനൽ കിതാബു. ഫിൽ ഹഖീബത്തി കട്ട് ചെയ്യുക, അൽ കിതാബ് കൊടുക്കുക, അതിൻ്റെ തുടക്കത്തിൽ ഐനും കൊടുക്കുക. അപ്പം എന്തായി? ഐനൽ കിതാബു. അടുത്ത നുറത്തിബു, ക്രമപ്രകാരാക്കാൻ. ഉഖ്തി ഹല്യുൻ ദഹബിയുൻ ഇന്ദ. അപ്പം എങ്ങനെ വരണ്ടേ? ഇന്ദ ഉഖ്തി ഹല്യുൻ ദഹബിയുൻ, ഇന്ദ ഉഖ്തി ഹല്യുൻ ദഹബിയുൻ. അടുത്തത് കലമുൻ വ ഖിർത്താസുൻ ഇന്ദ ദാരിസി. അപ്പോൾ ഇന്ദ ദാരിസി കലമും വ ഖിർത്താസുൻ. ഇന്ദ ആദ്യം, ദാരിസി 2, പിന്നെ കലമും വ ഖിർത്താസുൻ. അടുത്ത ഓർഡർ ആക്കാനാണ്. നദ്ഉ റബ്ബന അന്ത നഹ്നു റബ്ബുൽ ആലമീൻ. അപ്പോൾ എന്താ വേണ്ടി? നഹ്നു നദ്ഉ റബ്ബന അന്ത റബ്ബുൽ ആലമീൻ. അപ്പം ഇങ്ങനെ വരുന്നത്. അടുത്ത് ലാ തറുദ്ദൻ ദുആന ഖായിബിൻ ഇസ്തജിബ്. അപ്പം എങ്ങനെ വരണ്ടേ? ഇസ്തജിബ് ദുആന ലാ തറുദ്ദൻ ഖായിബിൻ. അപ്പോൾ എല്ലാ പരീക്ഷൻ്റെ അവസാനത്തിലും പരീക്ഷാ ചോദ്യ പേപ്പറിലും നമുക്ക് 2 ഭാഗം കാണാം അല്ലേ? അറബി തന്ന് അർത്ഥം എഴുതാനും അർത്ഥം തന്ന് അറബി എഴുതാനും. ഇതെല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവും കേട്ടോ. അൽ ഖാത്തമു ഫിൽ ഖിൻസരി. അപ്പം എന്താ എഴുതേണ്ടത്? ഇത് അർത്ഥം എഴുതാന്. അൽ ഖാത്തമു ഫിൽ ഖിൻസരി, മോതിരം ചെറുവിരലിലാണ്. അടുത്ത് അൽ കലമു ഫി സുന്ദൂക്കി, പേന പെട്ടിയിലാണ്. അൽ അസ്ഹാറു അലൽ അഗ്റാസി, പൂക്കൾ ചെടിയിലാണ്. അടുത്ത് നുഅരിബു, അറബിയാക്കാനാണ്. എൻ്റെ ഉമ്മയുടെ പേര് ആബിദ എന്നാകുന്നു. ഇസ്മു ഉമ്മി ആബിദ, എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈലുണ്ട്. ഇന്ദ അബി ജവ്വാലും ജദീദുൻ. 4 മാർക്കാട്ടതിന്. ഇതിന് നല്ല മാർക്കുണ്ടേ. അർത്ഥം എഴുതാനും അർത്ഥം അറബിയിലേക്കാക്കാനും രണ്ടിനും നല്ല മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം പഠിക്കുക. ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പരിഭാഷപ്പെടുത്താൻ, അർത്ഥം എഴുതാനും അതുപോലെ അറബിയാക്കാനും വരുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക.